കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം നെടുമ്പാശ്ശേരി താവളത്തിലെ സിയാലിലുള്ള ഹജ്ജ് ക്യാമ്പിൽ ബെന്നി ബെഹനാൻ എംപി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:10 279 തീർത്ഥാടകരുമായിട്ടാണ് സൗദി എയർലൈൻസ് വിമാനം പുറപ്പെടുക. ഈ വിമാനം വൈകിട്ട് 3:40 ജിദ്ദയിൽ എത്തിച്ചേരും. 16 വിമാനങ്ങളിലായി നെടുമ്പാശ്ശേരിയിൽ നിന്നും ആകെ 4273 തീർത്ഥാടകരുമായാണ് പുറപ്പെടുക എന്ന് ഹജ്ജ് കമ്മിറ്റി അംഗം സഫർ എ കയാൻ പറഞ്ഞു. നിലവിൽ കൊച്ചി ഹജ്ജ് ക്യാമ്പിന്റെ പ്രവർത്തനം കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ആരംഭിച്ചു. 279 ഹാജിമാരാണ് ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത്. ഈ മാസം 26-ാം തീയതി മുതൽ ജൂൺ 9 വരെയാണ് യാത്ര നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ദിവസം ഒരു വിമാനമാണ് പുറപ്പെടുന്നത്. ജൂൺ മാസം 4-ാം തീയതി വിമാന സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. 27-ാം തീയതിയും 30-ാം തീയതിയും 2 വിമാനം ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. ആ ദിവസങ്ങളിൽ 580 ഹാജിമാരാണ് യാത്ര പുറപ്പെടുന്നത്. ക്യാമ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നതിന് 1,05,000 സ്ക്വയർ ഫീറ്റ് സൗകര്യങ്ങളാണ് സിയാൽ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. എല്ലാ വർഷവും സിയാൽ ഹാജിമാർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതിന് ഏറെ നല്ല പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ സർക്കാർ ഏജൻസികൾ, പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ ആരോഗ്യ മേഖല, ഇങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് ഏജൻസികൾ ഈ ക്യാമ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഹാജിമാർക്കും അജ്ജുമ്മമാർക്കും യാത്ര പുറപ്പെടുന്ന സന്ദർഭങ്ങൾ വരെ ഒരു ക്യാമ്പിൽ വന്ന് പുറപ്പെടുന്നത് വരെ ഒരു പ്രയാസവും ഉണ്ടാകാത്ത നിലയിൽ ഹജ്ജ് സർക്കാരിൻ്റെ ഏജൻസികളെല്ലാം നല്ല എണ്ണയിട്ട യന്ത്രം ആണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം വിവിധ വിമാനത്താവളത്തിലൂടെ 17,883 തീർത്ഥാടകരാണ് പുറപ്പെടുന്നത്. ഇവരിൽ 10,604 പേരും സ്ത്രീകളാണ്. കഴിഞ്ഞ വർഷം കേരള ഹജ്ജ് കമ്മിറ്റി വഴി 11,252 പേരാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. ഹാജിമാരെ സഹായിക്കുന്നതിന് വിമാനത്താവളത്തിൽ വാളണ്ടിയർമാരുടെ പ്രത്യേക സേവനമുണ്ടാകും. ക്യാമ്പിൽ തീർത്ഥാടകർക്ക് വേണ്ടി താമസം, ഭക്ഷണം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പായിരിക്കും ഹജ്ജ് ക്യാമ്പിൽ നിന്നും തീർത്ഥാടകരെ ബസ്സിൽ വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക. എമിഗ്രേഷനിൽ പ്രത്യേക കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ വിമാനത്തിലും യാത്ര ചെയ്യേണ്ടവരുടെ സമയം ഹജ്ജ് കമ്മിറ്റി നേരിട്ടറിയിക്കുകയാണ് ചെയ്യുന്നത്. ജൂലൈ 10 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തുക. ക്യാമ്പിൽ 24 മണിക്കൂറും മെഡിക്കൽ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, ഉംറയുടെ അമലുകൾ എനിക്ക് എളുപ്പമാക്കി തരികയും നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ലബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബൈക ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ലബൈക إن الحمد والنعمة لك والملك
لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك صلاة اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇനി ആദിക്ക് ഒരു ദുആ സുന്നത്താണ്. ഈ ഹാജ് ചെയ്ത് പോകാനുള്ള സൗഭാഗ്യം ഇവർക്കെല്ലാം നീ നൽകണേ തമ്പുരാനെ. പ്രസവനെ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ പലർക്കും ദുആ ചെയ്യാൻ വസിയത്തുണ്ട്. അവിടെയൊക്കെ എല്ലാ രോഗങ്ങളും നീ പരിപൂർണമായി മാറ്റിക്കൊടുക്കണേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓർമ്മയില്ലാതെ അവശരായിട്ട് ശരിയിൽ തന്നെ കിടക്കുന്ന കൈകൾ കെട്ടി ട്യൂബിട്ട് കിടക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർക്ക് പ്രസവനെ അവർക്കൊക്കെ ജീവിതമാണ് ഹൈറങ്ങൾ. അവരൊക്കെ നീ ആരോഗ്യത്തോടെ ജീവിപ്പിക്കുകയും മരണമാണ് ഹൈറങ്ങൾ ഈമാനോടെ നോക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസവനെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളിലുണ്ട്, ഈ ഹാജിമാരിലുണ്ട്, ഈ കൂടി നിൽക്കുന്നവരുണ്ട്. കഅബ നിർമ്മിച്ചത് മലക്കുകളാണ്. ജലപ്രളയത്തിൽ പൊളിഞ്ഞുപോയ കഅബ പുനർനിർമ്മിക്കുന്നത് ഇബ്രാഹിം നബിയും മകനായ ഇസ്മായിൽ നബിയും ചേർന്നാണ്. പിൽക്കാലത്തും കഅബ പുതുക്കി പണിയുകയുണ്ടായി. ദുൽഹജ്ജ് മാസാരംഭത്തിൽ കഅബാലയം തുറന്ന് അകം പനിനീരും സംസം വെള്ളവും ഉപയോഗിച്ച് കഴുകും. കറുത്ത് കമനീയമായ കില്ല കൊണ്ട് കഅബാലയത്തെ പുതപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പഴയതു മാറ്റി പുതിയ കില്ല പുതപ്പിക്കുന്നു. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സബ്സിഡി എടുത്തുകളഞ്ഞതിനാൽ ഹജ്ജ് യാത്രക്കുള്ള ചെലവ് വളരെയേറെ കൂടിയിരിക്കുകയാണ്. ഇതുമൂലം പലർക്കും ഹജ്ജ് കർമ്മത്തിന് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മുൻ വർഷത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകർക്ക് ഇക്കുറി കേരളത്തിൽ നിന്നും ഹജ്ജ് കർമ്മത്തിന് പോകുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മൊത്തം 17,883 പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തീർത്ഥാടകർ അവസാന സമയം യാത്ര റദ്ദായാൽ പകരം ലിസ്റ്റിലുള്ള പുതിയ ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് അനുമതി നൽകും. നിലവിലുള്ള തീർത്ഥാടകരിൽ 1250 പേർ 70 വയസ്സ് പിന്നിട്ടവരാണ്. ആരോഗ്യമുള്ള പ്രായത്തിൽ ഹജ്ജ് ചെയ്യുവാൻ ഒരുങ്ങുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. MLA-മാരായ അൻവർ സാദത്ത് മെഹസിൻ, BA അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ്, TM സക്കീർ ഹുസൈൻ, NM അമീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 95 നെടുമ്പാശ്ശേരി.